ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗം മെക്കാനിക്സ് സോളിഡ്സിനകത്ത് വരുന്നതാണ്. അതിനുള്ളിൽ തന്നെ റിജിഡ് ബോഡീസും ഡിഫോം ബോഡീസും ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിക്കാനുള്ളത് റിജിഡ് ബോഡീസിനെ പറ്റിയാണ്. റിജിഡ് ബോഡീസിനകത്ത് സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഡൈനാമിക്സിനെ വീണ്ടും കൈനമെറ്റിക്സ് എന്നും തിരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കുറച്ച് കാര്യങ്ങളും ഒപ്പം കുറച്ച് ബേസിക് ടേംസ് മെക്കാനിക്സിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ബേസിക് ടേംസിനെ പറ്റി നോക്കാം. ദെൻ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സിന്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഓൺ ബോഡീസ് ദാറ്റ് ആർ അറ്റ് റെസ്റ്റ് ആൻഡ് റിമെയിൻ അറ്റ് റെസ്റ്റ്. ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തെല്ലാം നമ്മൾ പഠിക്കുന്ന ഓരോ ബോഡീസും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുമാണ്. സ്റ്റാറ്റിക്സിനകത്ത് വരുമ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ബോഡി റെസ്റ്റിലാണ്. അത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും റെസ്റ്റിൽ തന്നെ തുടരും. അതിൻ്റെ സ്റ്റഡിയും കാര്യങ്ങളുമാണ് നമ്മൾ സ്റ്റാറ്റിക്സിനകത്ത് പഠിക്കുന്നത്. നേരെ മറിച്ച് ഡൈനാമിക്സ് എടുക്കുമ്പോഴേക്കും ഡെഫിനിഷൻ നോക്കാം. ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. അതായത് ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വഴി ആ ബോഡി മൂവ് ചെയ്യുന്നു. അതിനെ പറ്റിയാണ് നമ്മൾ ഡൈനാമിക്സിനകത്ത് പഠിക്കുന്നത്. അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ കൈനമാറ്റിക്സ്, സെക്കൻഡ് വൺ കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ദ മോഷൻ ഓഫ് ബോഡി വിത്തൗട്ട് ദ റെഫറൻസ് ടു ദ ഫോഴ്സ് ദാറ്റ് ഐദർ കോസ് ദ മോഷൻ ഓർ ഇസ് ജനറേറ്റഡ് ആസ് ദ റിസൾട്ട് ഓഫ് ദ മോഷൻ. എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക്സ് നമ്മൾ എടുക്കുമ്പോൾ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ മൂവ് ചെയ്യാൻ വരുന്ന ഫോഴ്സിനെ നമ്മൾ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. അതുപോലെ കൈനറ്റിക്സ് നേരെ ഓപ്പോസിറ്റ് ആണ്. ദ സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ മോഷൻ ഓഫ് ദ മോഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ഫോഴ്സസ് ദാറ്റ് കോസ് ഓർ അക്കമ്പനി ദ മോഷൻ. എന്ന് പറഞ്ഞാൽ കൈനറ്റിക്സിനകത്ത് എടുക്കുമ്പോഴേക്കും ബോഡിയുടെ മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്, ഒപ്പം ആ ബോഡിയുടെ മൂവ്മെൻറ്റിന് കാരണമാകുന്ന സാധനം എന്താണോ അല്ല കാരണമാകുന്ന ഫോഴ്സ് എന്താണോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു പോകുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്ന പാർട്ടാണെന്നല്ല, പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോഴും അതിൻ്റെ തിയറി പഠിക്കുമ്പോഴും അത് കുറച്ചൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ബോഡിക്ക് യാതൊരുവിധ മൂവ്മെൻറ്റും ഇല്ല. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ബോഡിയിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക്സിനെ കൈനറ്റിക്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കൈനമാറ്റിക്സ് എടുക്കുമ്പോൾ ബോഡിയുടെ മൂവ്മെൻറ്റിന് എടുക്കുന്ന ഫോഴ്സിനെ നമ്മൾ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. കൈനറ്റിക്സ് ആകുമ്പോൾ ആ ഫോഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ബേസിക് ടേംസിലേക്ക് പോകാം. ഈ ബേസിക് ടേംസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ ആയിരിക്കും. നേരത്തെ ഫിസിക്സിലും മറ്റും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. A rigid body is the body that does not deform or experience internal changes when subject to external load. അതായത് നമ്മൾ എക്സ്റ്റേണലി ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ബോഡിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവില്ല, ആ ബോഡി ഡീഫോം ചെയ്യില്ല. അങ്ങനത്തെ ബോഡീസിനെയാണ് നമ്മൾ റിജിഡ് ബോഡീസ് ആയിട്ട് എടുക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്കൊരു സാധാരണ റോക്ക് എടുക്കാം. ആ റോക്കിലേക്ക് നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിന് ഷേപ്പിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, അത് ആ ഷേപ്പിൽ തന്നെ തുടരും. അത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതിന് സൈസിന് ചേഞ്ച് വരുത്താൻ പറ്റും. അല്ലാതെ അതിന് ഷേപ്പിന് നമുക്കൊരു ഫോഴ്സ് കൊടുത്ത് ചേഞ്ച് ചെയ്യാനോ അഥവാ ചേഞ്ച് ചെയ്ത് തിരിച്ചു എത്തുക അങ്ങനെയൊന്നും ചെയ്യുന്ന സാധനമല്ല ഈ റിജിഡ് ബോഡീസ്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം റിജിഡ് ബോഡീസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഡിഫോം ബോഡീസ് പഠിക്കാനുണ്ട്, അതും വരും സെമസ്റ്ററുകളാണ്. ഡിഫോം ബോഡീസ് വരുമ്പോൾ അത് മെക്കാനിക്സ് സോളിഡ്സിലാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിജിഡ് ബോഡീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. സെക്കൻഡ് ടൈമായിട്ട് എടുത്തിരിക്കുന്ന മാസ് ആണ്. മാസ് നമ്മൾ പണ്ട് തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പോസ്ഡ് ബൈ എ ബോഡി. ഒരു ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സാധനം എന്താണെങ്കിലും അതിൽ എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് കിലോഗ്രാം ആണ്. നമ്മൾക്ക് അതല്ലാതെ ഗ്രാം ഉണ്ട്, ടൺസ് ഉണ്ട്, അങ്ങനെ കുറേ യൂണിറ്റുകൾ ഇതിനുണ്ട്. നമ്മൾ SI യൂണിറ്റ് എടുക്കുന്നത് കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു ടേമാണ് വെയിറ്റ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും തിരിഞ്ഞു പോകുന്ന രണ്ട് സാധനമാണ്. എന്താണ് മാസ്, എന്താണ് വെയിറ്റ്? പലപ്പോഴും മാസിനെ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, അതുപോലെ വെയിറ്റിനെ മാസ്സായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. കാരണം ചില ക്വസ്റ്റ്യനകത്ത് മാസ്സായിരിക്കും തരിക, പക്ഷേ നമുക്ക് ആ ക്വസ്റ്റ്യനകത്ത് അപ്ലൈ ചെയ്യേണ്ട സാധനം വെയിറ്റ് ആയിരിക്കും. അതുപോലെ ചില ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വേണ്ടത് മാസ് ആയിരിക്കും, പക്ഷെ നമുക്ക് ആൻസർ കിട്ടുന്ന സാധനം വെയിറ്റ് ആയിരിക്കും. അപ്പോൾ മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ എർത്ത് എല്ലാ ബോഡിയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രത്തോളം ഒരു ബോഡിയിലുണ്ട് അത്രയും എത്ര ഫോഴ്സ് അട്രാക്റ്റിംഗ് ഫോഴ്സ് ആയിട്ട് നമുക്ക് ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ W = M × G.
എം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ മാസ് ആണ്, ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ പറയുന്ന സാധനമാണ്. ജിയുടെ വാല്യൂ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ആക്സിലറേഷൻ എന്നുള്ള ടൈം ഉള്ളതുകൊണ്ട് ആക്സിലറേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് എന്തിനാണ് എടുക്കുന്നത്? നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, മാസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൽ എടുക്കുന്ന മാറ്ററിന്റെ ക്വാണ്ടിറ്റി മാത്രമാണ്, അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് ആണ്. ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒബിയസ്ലി എന്തായിരിക്കും അതിന്റെ യൂണിറ്റ്? അതിന്റെ യൂണിറ്റ് നമ്മൾ എടുക്കുന്നത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടനെ നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് ക്യാപിറ്റൽ N വെച്ചിട്ടാണ്. അടുത്ത സാധനം ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സക്സഷൻ ഓഫ് ആൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇവന്റ് റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്നതിനെയാണ് നമ്മൾ അതിന്റെ ടൈം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റൊട്ടേഷൻ ഓഫ് എർത്ത് തന്നെ എടുക്കാം. എർത്ത് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്ത് വരണമെങ്കിൽ എത്ര സമയം വേണം? 24 hours വേണം. അതാണ് അതിന്റെ ടൈമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ പറയുന്ന ടെർമിനോളജീസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമല്ല. ജസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാനൊന്നും ചോദിക്കാറില്ല. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് സ്പേസ് ആണ്. സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റീജിയൻ ദാറ്റ് എക്സ്റ്റെൻഡ് ഇൻ ഓൾ ഡയറക്ഷൻ ആൻഡ് കണ്ടെയ്ൻ എവരിത്തിങ്. നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്ന സ്ഥലം എന്താണോ അതിനെയാണ് സ്പേസ് എന്ന് പറയുന്നത്. നമ്മൾ ജനറലി സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എല്ലാ സ്പേസും 3 dimensional ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ്, വൈ, ഇസഡ് എന്ന് പറഞ്ഞ 3 ആക്സസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ പല കണ്ടീഷൻ നമ്മൾ ക്യൂരി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് എക്സ്, വൈ ടൈംസ് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ മൊത്തത്തിൽ എക്സ്, വൈ, ഇസഡ് എന്ന് പറഞ്ഞിട്ട് 3 ടൈംസ് അല്ലെങ്കിൽ 3 ആക്സസ് ആണ് ഉള്ളത്. ദെൻ ലെങ്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ടു മെഷർ ലീനിയർ ഡിസ്റ്റൻസ്. ലീനിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലെങ്ത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം. മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്. അത് തന്നെ ഡിസ്റ്റൻസിൽ വരുന്നുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് ഈസ് എ ടോട്ടൽ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് വിത്തൗട്ട് എനി റിഗാർഡ് ടു ഡയറക്ഷൻ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് ആണ്. ആ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിലേക്ക് അതിന്റെ ഡയറക്ഷൻ നമ്മൾ കൊണ്ടുവരില്ല. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു റൊട്ടേഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ സർക്കിളിന്റെ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണല്ലോ. അപ്പോൾ 2πr ആയിരിക്കും എന്ത്? ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആയിരിക്കും. ആ സർക്കിളിന്റെ പെരിമീറ്ററിലായിരിക്കും അത് മൂവ് ചെയ്തിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററിലാണ് നമ്മൾ SI യൂണിറ്റ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ കിലോമീറ്ററോ അങ്ങനെയെല്ലാം ഡിസ്റ്റൻസിന് യൂണിറ്റ് ആയിട്ട് വരാവുന്നതാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? ഡയറക്ഷൻ കൺസിഡർ ചെയ്യാറില്ല. ഉള്ളി അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അടുത്ത ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നേരത്തെ മാസും വെയിറ്റും പറഞ്ഞതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ഡിഫറൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓർത്ത് വെക്കുക. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷന്റെ ചേഞ്ച് ആണ്. അത് നമ്മൾ അളക്കുന്നത് മീറ്ററിലാണ്, ലെങ്ത് ആണ് അളക്കുന്നത്. പക്ഷെ വരുന്ന വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു സർക്കുലർ പാത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. സർക്കുലർ പാത്തിലേക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ പെരിമീറ്റർ, സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. 2πr ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കിളിന്റെ ഒരു പോർഷനിൽ തുടങ്ങി ആ സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ആ പോർഷനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിന് കാരണം എന്താണ്? ഇനിഷ്യലി അത് തുടങ്ങിയ പോയിന്റിൽ തന്നെയാണ് അത് ഫൈനലി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് എന്തില്ല? നമ്മൾ ഫൈനലി നോക്കുമ്പോൾ ആ ബോഡി തുടങ്ങിയ ഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതിന് എന്ത് വന്നിട്ടില്ല? ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടില്ല. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഫാക്ടർ അവിടെ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെർവ്ഡ് പാത്ത് ആണെങ്കിൽ ആ കെർവിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, ആ കെർവിന്റെ ലെങ്ത് എത്രയാണോ അതായിരിക്കും അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ കെർവിന്റെ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റിന് ഇടയ്ക്കുള്ള ലീനിയർ ഡിസ്റ്റൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് എടുക്കുന്നത്. ഡിസ്റ്റൻസ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിനെന്തുണ്ട്? ഡയറക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്, മാഗ്നിറ്റ്യൂഡും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാകാൻ ചാൻസ് ഇല്ല. ഡിസ്പ്ലേസ്മെന്റിന് 0 ആയും നെഗറ്റീവ് വാല്യൂ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി.
വെലോസിറ്റി എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. പണ്ട് തൊട്ട് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷൻ വരുന്നത്? പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് എവിടെ വന്നാലും ഡിവൈഡ് ബൈ ടൈം ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരിക്കും വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആയിരുന്നു. ടൈമിന്റെ യൂണിറ്റ് നമ്മൾ SI യൂണിറ്റ് എടുക്കുന്ന സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. നേരത്തെ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ടൈം വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി അല്ല ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അല്ലെങ്കിൽ വെലോസിറ്റി ടോപ്പിൽ വരും, ടൈം താഴെ വരും. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. നേരത്തെ ഞാൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെയും എന്താണ് പറഞ്ഞത്? യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സലേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതെല്ലാം ഓർത്തിരിക്കേണ്ട ടൈംസ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ജസ്റ്റ് ആവശ്യം വരുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് ബേസിക് ടെർമിനോളജിനകത്ത് വരുന്നത്. പിന്നെ അടുത്ത സാധനമാണ് മൊമെന്റം, ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്ത് കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു കൊണ്ടുവന്നാൽ അവിടെ ഒരു ഡാമേജ് ഉണ്ടാകും. അത് എന്തുകൊണ്ടാണ് ആ ഡാമേജ് ഉണ്ടാകുന്നത്? ആ ബുള്ളറ്റ് ഫയർ ചെയ്താൽ മാത്രമല്ലേ ആ ഡാമേജ് ഉണ്ടാവുള്ളൂ. പകരം ആ ബുള്ളറ്റ് നമ്മൾ എടുത്തിട്ട് കൈവച്ച് എറിഞ്ഞ് ഒരു ഭിത്തിയിലോ അല്ലെങ്കിൽ ഒരാളുടെ ദേഹത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു ഡാമേജ് ഉണ്ടാവില്ലല്ലോ. അവിടെ എന്താണ് ചേഞ്ച് ആയത്? ബുള്ളറ്റിന്റെ മാസ് രണ്ടിലും സെയിം ആണ്. പക്ഷെ എന്ത് ചേഞ്ച് ആയി? ഫയർ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി നമ്മൾ അത് എടുത്തെറിയുമ്പോഴുള്ള വെലോസിറ്റി രണ്ടും രണ്ടാണ്. അവിടെയാണ് അതിന്റെ വേരിയേഷൻ. ഈ മൊമെന്റം എന്ന് പറയുന്ന സാധനം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഈ ബുള്ളറ്റിന്റെ കൺസിഡറേഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഫയർ ചെയ്യുമ്പോഴുള്ള അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്ന സാധനം വളരെ ഒരു ഹയർ വാല്യൂ ആയിരിക്കും. ആ മൊമെന്റം കൊണ്ടാണ് നമുക്ക് അതിനൊരു ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് ഒരു ബുള്ളറ്റ് കൈകൊണ്ട് വെറുതെ എടുത്തെറിയുകയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നതിന്റെ അളവ് തീരെ കുറവായിരിക്കും. നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഡാമേജിന്റെ എഫക്റ്റ് ഡാമേജ് തീരെ കുറവായിരിക്കും. സോ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു അത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? മൊമെന്റം ആയിട്ട് എടുക്കുന്നത്. മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. കിലോഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ്, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ യൂണിറ്റ്. അടുത്തത് മാറ്റർ കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈ സ്പേസ്. മാസിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ് മാസ് എന്ന്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം. അതിന് എന്തുണ്ടാവും? ഒരു മാസ് ഉണ്ടാവും. അതുപോലെ മാറ്റർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ മാറ്ററൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സാധനങ്ങളാണ്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ഒബ്ജെക്ട് ദാറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി സ്മോൾ വോളിയം. ഒരു പാർട്ടിക്കിളിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ അതിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഈ പാർട്ടിക്കിളിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതിന്റെ വോളിയം തീരെ കുറവാണെന്ന് പറഞ്ഞിട്ട് അതിനെന്തുണ്ട്? ഒരു മാസ് ഉണ്ട്, ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഈ പാർട്ടിക്കിൾ കുറേ ചേർന്നിട്ടാണ് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകുന്നത്. കുറേ പാർട്ടിക്കിൾസ് ചേർന്നിട്ടായിരിക്കും. അപ്പോൾ ടേം ഓർത്ത് വെക്കുക. പാർട്ടിക്കിളിന് എന്താണ്? വോളിയം തീരെ കുറവാണ്, മാസ് ഒരു പോയിന്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അടുത്തത് ബോഡി. എ ബോഡി ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് കൺസിസ്റ്റ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. നേരത്തെ പറഞ്ഞു പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോഡിക്ക് എന്തുണ്ടാവും? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും, അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസും ഉണ്ടാവും. ഇതൊക്കെ ബേസിക് ടെർമിനോളജീസ് ആണ്. ഇതൊന്നും ആരും എക്സാമിന് ചോദിക്കാൻ പോകുന്നതല്ല. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള പ്രോബ്ലംസും അതിൻ്റെ തിയറിയൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും പോർഷനാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇപ്പം നമുക്ക് ഇൻട്രൊഡക്ഷനും ബേസിക് ടെർമിനോളജി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ളത് കുറേ ലോസ് ആണ്. ന്യൂട്ടൺ ലോസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ പാരലോഗ്രാം ലോ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫിസിക്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എനിക്ക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന ഇക്വിലിബ്രിയം ലോസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലോസ്, അതിൻ്റെ ഡെറിവേഷൻസും പ്രോബ്ലംസും ഒക്കെ ഇനി വരുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ബാക്കി ക്ലാസ്സുകൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എല്ലാം നോക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.